PR അനൂപ്, നിങ്ങൾ ആം ആദ്മി പാർട്ടിയെക്കുറിച്ചും ആം ആദ്മി പാർട്ടി നിങ്ങളെക്കുറിച്ചുമുള്ള ഓഡിറ്റ് നടത്തുമ്പോൾ ഇന്ത്യ സഖ്യത്തിനകത്ത് തന്നെയുള്ള കക്ഷികൾ അതിൽ അസ്വസ്ഥത രേഖപ്പെടുത്തുന്നു. നോക്കൂ, ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറയുകയാണ് നിങ്ങളിങ്ങനെ പരസ്പരം മത്സരിക്കുകയും തമ്മിലടിക്കുകയും ചെയ്യുന്നത് ഗുണപരമല്ല എന്ന്. നാഷണൽ കോൺഫറൻസിൻ്റെ ഒമർ അബ്ദുള്ള പറയുന്നു നിങ്ങളുടെ ഈ തമ്മിലടി നടക്കട്ടെ എന്ന് വെച്ചാൽ ഈ തരത്തിൽ ഒരു അസാധാരണമായ സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്തെങ്കിലും മാക്സിമം കോംപ്രമൈസ് ആൻഡ് യൂണിറ്റി എന്ന് പറയുന്ന ആശയം നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ജയിക്കാനാണെന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. തീർച്ചയായും ഇന്ത്യ മുന്നണി കൂടുതൽ ഐക്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതും ഇവിടെയുള്ള അനൈക്യത്തിൻ്റെ സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതും എന്നുള്ള ആവശ്യം കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമല്ല, ഇന്ത്യയിൽ സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ആവശ്യവും ആശങ്കയാണ്. അതിനു മുൻപ് ഇവിടെ BJP പ്രതിനിധി കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ പറയുന്നത് കേട്ടു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തിനൊപ്പം സഞ്ചരിച്ചൊരു പ്രസ്ഥാനമാണ്. പലപ്പോഴും നിശേഷമായി തൂത്തെറിയപ്പെട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അടക്കമുള്ള ആളുകൾ അടിയന്തരാവസ്ഥാനന്തരം പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷവും 3-2 ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഒരിക്കൽ ഇന്ത്യയുടെ നിന്ന് സമ്പൂർണമായി ഒരു കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ വിദേശ രാജ്യങ്ങളുമായി ചേർന്ന് ഈ രാജ്യത്തെ അപമാനിക്കുന്നത് ആരാണെന്ന് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ അപമാനിക്കുന്ന അമേരിക്കയ്ക്ക് അകമ്പടി ചാർത്തുന്ന വിദേശ നയം ആരുടേതാണെന്ന് ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അത്തരം വലിയ ഈ രാജ്യസ്നേഹത്തിന്റെ ഇതിലൊന്നും അഭിനമിക്കേണ്ടതില്ല, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം ആ മറുപടി പറയുകയാണ്. പിന്നെ താങ്കൾ പറഞ്ഞ കാര്യം, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചൊരു വലിയ പ്രതീക്ഷയാണ്. ആ മുന്നണി മുന്നോട്ട് വെക്കുമ്പോൾ കോൺഗ്രസ് അതിൽ മുന്നോട്ട് വെച്ചൊരു ആത്മാർത്ഥതയുടെ രാഷ്ട്രീയമുണ്ട്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, പരമാവധി സീറ്റുകൾ ഇന്ത്യയുടെ ഇലക്ട്രൽ ചരിത്രത്തിൽ കോൺഗ്രസ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്ത പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെ പരമാവധി കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞു. പക്ഷെ അതിനനുസരിച്ചുള്ളൊരു സമീപനം ഈ പറയുന്ന സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്നുള്ള കാര്യം അവർ കൂടി പരിശോധന നടത്തേണ്ടതാണ്. ഈ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ അപലപിക്കാൻ തയ്യാറായ പാർട്ടിയാണ് കോൺഗ്രസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം അവരുമായി ഒരു സഖ്യം രൂപീകരിക്കാൻ മുന്നിൽ നിന്നൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകളുടെ ധാരണ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന ചിലരുടെ ഇമേജിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആൾദൈവത്തെ പോലെ BJPയെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഏക വ്യക്തിയും ഏക വഴിയും ഏക മാർഗവും ഞാനാണെന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി കൂടിയാണിത്. അത് തീർച്ചയായും അവർ അതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അവരുടെ രാഷ്ട്രീയം പരാജയപ്പെട്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഇവിടെ ഒരു 50% വോട്ട് ഈ 2 കക്ഷികളും ചേർന്ന് നിന്നാൽ ഉണ്ടാക്കാവുന്ന, അവർക്ക് കൂടുതൽ സമാഹരിക്കാൻ കഴിയുന്ന, ഒരു പക്ഷേ ഇപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ 2 കക്ഷികളും ചേർന്ന് നിന്നാൽ പോലും BJP ജയിക്കും. പക്ഷേ എങ്കിൽ പോലും 2 കക്ഷികൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ മറ്റ് BJPയെ തോൽപ്പിക്കണമെന്ന് കരുതുന്ന ആളുകളിൽ ഉണ്ടായിരിക്കുന്ന കൺഫ്യൂഷനെ മറികടക്കാനും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനും കഴിയുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ഈ നാഷണൽ കോൺഫറൻസിന്റെ ഒമർ അബ്ദുള്ള പറഞ്ഞതടക്കം ഇവിടെ പല സഖ്യകക്ഷികളും ആം ആദ്മി പാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് കോൺഗ്രസിനെതിരായി സംസാരിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇവിടെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ, കോൺഗ്രസിനെ വിമർശിക്കാൻ കണ്ടെത്തിയ സമയത്തിന്റെ പകുതി പോലും ഇവർ BJPക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം കൂടിയാണ് വിചാരണ ചെയ്യപ്പെടേണ്ടത്. മോഹൻ ഭാഗവതും നരേന്ദ്രമോദിയും തമ്മിൽ നിരന്തര സംഘർഷം നടക്കുന്ന ഘട്ടത്തിൽ മോഹൻ ഭാഗവതിന്റെ വിശ്വസ്തനാവാൻ ശ്രമം നടത്തിയ ആളാണ് കെജ്രിവാൾ. മോഹൻ ഭാഗവത് ആരാണ്? അദ്ദേഹം ഏതെങ്കിലും ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണോ? ഇന്ത്യയുടെ രാഷ്ട്രപതിയാണോ? നിരന്തരം BJPയെ നന്നാക്കണമെന്ന് പറഞ്ഞ് ഭാഗവതിന് കത്തെഴുതിയാണ് ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിന്റെ ഈ രാഷ്ട്രീയം കൊണ്ട് BJPക്ക് ഒരു ബദലാവാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ്. അത് അഴിമതിയെക്കുറിച്ച് അഴിമതിയില്ലാത്ത ഭരണം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ആകർഷിക്കുന്ന ഒരു പോപ്പുലിസ്റ്റ് മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയും ഒരു